ചർച്ച തുടങ്ങും മുമ്പ് നുണറായി എന്ന പദപ്രയോഗമോ നുണേശൻ എന്ന പദപ്രയോഗമോ റിപ്പോർട്ടിൻ്റെ എഡിറ്റോറിയൽ ടീം അംഗീകരിക്കുന്നില്ല. കാരണം വസ്തുതകൾ പറഞ്ഞ് വിമർശിക്കുകയാണ് വേണ്ടത്. പകരം വ്യക്തിഹത്യകൾ, അത് വി.ഡി. സതീശനെതിരെ നടത്തിയാലും മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയാലും അതല്ല സംവാദത്തിൻ്റെ രീതി. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ആര് നുണ പറയുന്നു എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ നുണേശൻ എന്ന് വിളിക്കുക, നുണറായി എന്ന് വിളിക്കുക എന്നതൊക്കെ ഒരുപക്ഷെ ബിലോ ദ ബെൽറ്റാണ് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. പക്ഷേ ചോദ്യം ഇതാണ്, നുണകൾ പൊളിയുമോ? സുനിൽ, നുണകൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പൊളിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളാണല്ലോ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇതൊക്കെ വിലയിരുത്തുന്നത് കേരളത്തിലെ ജനങ്ങൾ തന്നെയായിരിക്കും. ഏതായാലും ഇന്നിപ്പോൾ വി.ഡി. സതീശൻ ഈ സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് സംസ്ഥാന സർക്കാർ വീട് നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് LDFിൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെ ആരോപണവും ഒപ്പം LDFിൻ്റെ അവകാശവാദവും ഇത് രണ്ടും ചോദ്യം ചെയ്യുകയാണെന്ന് വി.ഡി. സതീശൻ. അങ്ങനെ പുതിയൊരു ചർച്ചയ്ക്ക് കേരളത്തിൽ തുടക്കമിട്ടിരിക്കുകയാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ നേരത്തെ തന്നെ അവകാശപ്പെടുന്നുണ്ട്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 4,43,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചു എന്ന് നേരത്തെ വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ അത്രയും വീടുകൾ നിർമ്മിച്ചിട്ടില്ല. ഏതാണ്ട് 4,000-ഓളം വീടുകൾ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അത് ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ രേഖയിൽ തന്നെ ഉണ്ട് എന്നൊക്കെയാണ് LDF പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത്. അതിന് മറുപടിയുമായിട്ടാണ് കൃത്യമായ നിയമസഭാ രേഖയുമായി ഇന്ന് വി.ഡി. സതീശൻ വരുന്നത്. രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ രേഖകളാണ്, നിയമസഭയിലെ ചോദ്യത്തിന് കിട്ടിയ മറുപടിയാണ് ഇന്ന് വി.ഡി. സതീശൻ ഈ മറുപടിക്കായി ഉപയോഗിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ.ടി. ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കെ.ടി. ജലീൽ 2017 മെയ് മാസം 16-ാം തീയതി നൽകിയ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രധാനമായും വി.ഡി. സതീശൻ ഉപയോഗിച്ചത്. അതിൽ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം 2,70,038 വീടുകൾ നിർമ്മിച്ചു എന്ന് കെ.ടി. ജലീൽ മറുപടി നൽകുന്നു എന്ന് വി.ഡി. സതീശൻ പറയുന്നു. രണ്ടാമത്തേത് പട്ടികജാതി വികസന വകുപ്പ് 24,887 വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. പട്ടികവർഗ വികസന വകുപ്പ് 17,589 വീടുകൾ നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നു. അങ്ങനെ ഫിഷറീസ് വകുപ്പിൻ്റെ 40,000 വീടുകൾ, അങ്ങനെ എല്ലാം ചേർത്ത് ഏതാണ്ട് 4,43,000 വീടുകൾ എന്നാണ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ഇന്ന് വി.ഡി. സതീശൻ നിരത്തിയ കണക്കുകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ അത് 4,58,000 മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വി.ഡി. സതീശൻ തന്നെ പറയുന്നുണ്ട് ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ 4,58,000 മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതേസമയം 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. 2016 ജനുവരി 31 ഉമ്മൻചാണ്ടി നിയമസഭയിൽ, കേരള നിയമസഭയിൽ നൽകിയിട്ടുള്ള ഒരു മറുപടിയുണ്ട്. ആ മറുപടി ഇതാണ്. ആ മറുപടിയിൽ ഉമ്മൻചാണ്ടി തന്നെ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് മറുപടിയായി മറുപടിയായിട്ട് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം 3204 മറുപടിയായി ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ നൽകുന്ന മറുപടി എന്ന് പറയുന്നത് സുരക്ഷാ ഭവന പദ്ധതി. അങ്ങനെ സുരക്ഷാ ഭവന പദ്ധതി പ്രകാരം കേരളത്തിൽ 5 വർഷം കൊണ്ട് 698 വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. തൊട്ടു താഴെ ലക്ഷം വീട് ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം 2,191 വീടുകൾ നിർമ്മിച്ചു എന്ന് പറയുന്നു. അങ്ങനെ 772 വീട്, അതുപോലെ മാധ്യമപ്രവർത്തകർക്ക് വീട് നിർമ്മിച്ച് നൽകി, അതിന് 74 വീട്, അങ്ങനെ എല്ലാം കൂട്ടി ഏതാണ്ട് 4,000-ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയെന്ന് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ നിയമസഭയിലെ ഒരു രേഖ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ രേഖയിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു. ആ മറുപടി നൽകിയ തീയതി എന്ന് പറയുന്നത് 2016 ഫെബ്രുവരി 24-നാണ്. 2016 ഫെബ്രുവരി 24-നാണ് ഉമ്മൻചാണ്ടി ഈ മറുപടി നിയമസഭയിൽ നൽകുന്നത്. രണ്ടാമത്തേത് മന്ത്രി കെ.ടി. ജലീൽ തന്നെ നൽകിയ മറുപടിയാണ്. കെ.ടി. ജലീൽ ഈ മറുപടി നൽകുന്നത് 2016 കെ.ടി. ജലീലിൻ്റെ ഈ മറുപടി എന്ന് പറയുന്നത് 2018 കെ.ടി. ജലീലിൻ്റെ 2017 മെയ് 16-ാം തീയതിയിലെ മറുപടിയാണ് ഇന്ന് വി.ഡി. സതീശൻ കോട്ട് ചെയ്തതെങ്കിൽ 2018 ജനുവരി 31 കെ.ടി. ജലീൽ തന്നെ നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകിയ ഒരു രേഖയുണ്ട്. ആ രേഖയുടെ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു ചോദ്യം, പ്രസ്തുത പദ്ധതി, അതായത് ലൈഫ് മിഷൻ പദ്ധതി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് നിലവിലുണ്ടായിരുന്ന ഭവന നിർമ്മാണ പദ്ധതികൾ ഏതെല്ലാമാണ്?
അതിന്മേൽ 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ എത്ര ഭവനങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്, അതായത് വർഷം ജില്ല തിരിച്ച് വിശദാംശങ്ങൾ നൽകാമോ? അതിനുള്ള മറുപടിയാണ് EMS ഭവന പദ്ധതി, ആശ്രയ ഭവന പദ്ധതി, പഞ്ചായത്തുകളുടെ ഭവന പദ്ധതി, അങ്ങനെ തുടങ്ങി സംസ്ഥാന സർക്കാരിന് കീഴിൽ എന്തെല്ലാം ഭവന പദ്ധതികളുണ്ടോ, അതിപ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് കീഴിലായിക്കോട്ടെ, ഫിഷറീസ് വിഭാഗത്തിന് കീഴിലായിക്കോട്ടെ, അങ്ങനെ തുടങ്ങി എല്ലാ ഭവന പദ്ധതികളും ചേർത്ത് 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ 1,87,667 വീടുകൾ നിർമ്മിച്ചു എന്ന് ആരാണ് പറയുന്നത്? KT ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന KT ജലീൽ 2018 നൽകിയ മറുപടിയാണ്. 2017 നൽകിയ മറുപടിയാണ് ഇന്ന് VD സതീശൻ കോട്ട് ചെയ്ത്. യഥാർത്ഥത്തിൽ അത് ചെറിയൊരു പിശകാണ് എന്ന് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം 2017 ബജറ്റിനൊപ്പം സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു, ഒരു സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റ് ഉണ്ട്. അത് 4,29,214 വീടുകൾ നിർമ്മിക്കും എന്ന് ആ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു. അതിൽ താഴെ തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ടോട്ടൽ ഹൗസസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ് 2,65,863 എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ രേഖപ്പെടുത്തിയതിലെന്തോ ഒരു ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ നിയമസഭയിലെ തന്നെ 2018 ഏറ്റവും ലേറ്റസ്റ്റ് ഡോക്യുമെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് ഏതാണ്ട് 1,87,000 വീടുകൾ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ EMS ഭവന പദ്ധതി എന്നുകൂടിയുണ്ട്. അതായത് 2006 തുടങ്ങിയ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് 2009 EMS ഭവന പദ്ധതി തുടങ്ങിയിരുന്നു. ആ ഭവന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തുടങ്ങിയ ഏതാണ്ട് 1.5 ലക്ഷത്തോളം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആദ്യത്തെ 2 വർഷത്തിലാണ്. അപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കണക്ക് വരുന്നത്. ഏതായാലും ഈ വിഷയത്തിലൊക്കെ തന്നെ വലിയൊരു ആശയക്കുഴപ്പമുണ്ട്, ഒരു സംശയവും വേണ്ട. ഈ രേഖകളുടെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ VD സതീശൻ അവകാശപ്പെടുന്നത് പോലെ 4 ലക്ഷത്തിലധികം 5 ലക്ഷത്തോളം ആളുകൾക്ക് വീട് കിട്ടിയെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 5 ലക്ഷത്തോളം വീടുകൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, തുടരുന്ന LDF സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചു എന്നതിന് ആശയക്കുഴപ്പങ്ങളില്ലാത്ത രീതിയിലുള്ള വസ്തുത സർക്കാരിൻ്റെ പക്കലുണ്ട്. അതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാക്കി ഉയർത്തി കാണിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഇന്നിപ്പോൾ VD സതീശൻ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്നത്, നമ്മളിപ്പോൾ നുണകൾ പൊളിയുമോ എന്നാണുള്ള ചോദ്യം, അത് വയനാട്ടിലെ വീടുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. VD സതീശൻ ഇന്നലെ രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞത് വയനാട്ടിൽ വീടുകൾ നിർമ്മിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ദുരന്തബാധിതർക്കായുള്ള വീടുകൾ വയനാട്ടിൽ നിർമ്മിച്ചു തുടങ്ങി, അവിടെ എല്ലാ പണികളും ആരംഭിച്ചു എന്ന് VD സതീശൻ പറയുകയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങൾ വയനാട്ടിൽ പോയി അവിടെ ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അവിടെ ഒരു തരിശു ഭൂമി മാത്രമേ കാണാനുള്ളൂ, അവിടെ ഒരു നിർമ്മാണവും ആരംഭിച്ചിട്ടില്ല. പക്ഷേ ആ പ്രദേശത്തേക്ക് ആളുകൾ കയറാതിരിക്കാൻ ചുറ്റിൽ ഒരു വേലിയൊക്കെ തീർത്തതിനപ്പുറത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കേരള സമൂഹത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ വിഷയമാണ് ഡീലുമായി ബന്ധപ്പെട്ടത്. ഡീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും അപഹാസ്യമായ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടി കടിച്ചു കീറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പാർട്ടികൾ മാറുന്നത് ഒട്ടും ഒരു ശുഭസൂചനയല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. നോക്കി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടികൾ തുടങ്ങിയ ആ നിമിഷം മുതൽ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. എത്രത്തോളം അപഹാസ്യമാണെന്ന് നോക്കൂ. ആദ്യം പാലക്കാട്ടൊരു ഡീൽ ആരോപണം ഉന്നയിക്കുകയാണ്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്നു, ഡീൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട്. അതായത് ഈ CPM BJP ഡീൽ എന്ന് പറയുന്നു. ആ ഡീൽ നടന്നാൽ കേരളത്തിൽ BJP വിജയിക്കാൻ പോകുന്നു, BJP ചെയ്താൽ CPM വിജയിപ്പിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ ആരോപണം ഉന്നയിക്കുന്നു. തൊട്ടു പിന്നാലെ ഇതാ CPM SDPI ഡീൽ എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. അപ്പം ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മറുപടി പല നേതാക്കളുടെ ഭാഗത്തു നിന്നും കേട്ടത്, ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്ന് KC വേണുഗോപാലിൻ്റെ മറുപടി. ഏതാണ്ട് അതിന് സമാനമായി പല കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നത്. അപ്പം വോട്ട് SDPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം വോട്ട് കച്ചവടം എന്നുള്ള ഞങ്ങളുടെ വോട്ട് വേണോ എന്ന് SDPI ചോദിച്ചു നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റാതെ ആരും വേണ്ടാന്നും പറയുന്നില്ല. അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടിൻ്റെ പേരിൽ നടക്കുന്ന, അത് ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഡ്രാമയും അപഹാസ്യമാണ്. ഏതായാലും നുണകൾ ആരുടെ നുണയാണ്
ആരുടെ സത്യമാണ് വിജയിക്കുക എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾക്ക് അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് എന്നുള്ള കാര്യമാണ്. Meet the editors.